ഇപ്പൊ സിനിമ ട്രെയിലർ കണ്ടപ്പോ എനിക്ക് തോന്നിയത് ഇപ്പൊ ഡ്രഗ്സിനെ പറ്റി സംസാരിക്കുന്നു അങ്ങനെയൊക്കെ. അപ്പൊ ഇപ്പത്തെ തലമുറ എന്ന് പറയുന്നത് തന്നെ ഡ്രഗ്സിന് ഭയങ്കര അഡിക്റ്റ്. ഈ അടുത്തന്നെ നമ്മളൊരു ന്യൂസ് കണ്ടില്ലേ, ഒരു ഡ്രഗിൽ അഡിക്റ്റ് ആയിട്ട് സ്വന്തം അമ്മേനെ കൊന്നിരിക്കുകയാണ് മോൻ. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പൊ ഈ നമ്മുടെ ഈ സിനിമയിലും കൂടെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് തിരിച്ചൊരു മറുപടി അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ വലിയ അവയർനെസ് ഉള്ള മൂവി ആയിരിക്കും ഇങ്ങനെയുള്ള. ഇപ്പൊ ചേർന്നാകുളത്ത് നടന്ന സംഭവം, അല്ലെങ്കിൽ ഇപ്പൊ അമ്മയെ മകൻ കൊന്ന സംഭവം, ഇതിനൊക്കെ ഒരു ബേസിക് കാരണം ഈ ഡ്രഗ്സ് ആണ്. ഈ ഡ്രഗ്സ് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെതിരെ ഒരു അവയർനെസ് കൊടുക്കുന്ന മൂവിയാണ് ഇത്. അപ്പോൾ ഇതില് ഈ സൂപ്പർ ജിംനി എന്ന് പറയുന്ന ഒരു പേരിന് നമുക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആണ്. എന്തോ ഇത് സൂപ്പർ അങ്ങനെ അത് പടം കാണുമ്പോൾ അത് മനസ്സിലാവും. അപ്പൊ ഈ പേരും കഥയൊക്കെ കേട്ടപ്പോ നിങ്ങളുടെ ഫസ്റ്റ് എക്സ്പ്രഷൻ എങ്ങനെയായിരുന്നു, നിങ്ങളുടെ ഒരു റിയാക്ഷൻ? നമ്മൾ ഏത് പടം കിട്ടിയാലും നമ്മളിപ്പോ ചെയ്യും. അത് ഈ പടത്തിനൊരു പ്രത്യേകത, നമ്മൾ കിട്ടുന്ന ക്യാരക്ടർ അനുസരിച്ചാണ് അതിന് പ്രത്യേകത. ജിമിനി എന്ന് പറഞ്ഞപ്പോൾ ഇതെന്തായിരിക്കും നോക്കാം, അങ്ങനെ ചെയ്ത് വന്നപ്പോഴാണ് ഇത്രയും നല്ലൊരു പടം നമ്മൾ ചെയ്തു ഒരു സന്തോഷം നമ്മുടെ മനസ്സിലുണ്ട്. വളരെ ഹാർഡ് വർക്ക് ചെയ്തൊരു സിനിമയാണ് അനു, എൻ്റെ ഡയറക്ടർ അനു പുരുഷോത്തം. ഒരുപാട് കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അതൊക്കെ തരണം ചെയ്ത് ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ട് ഇതൊക്കെ പൂർത്തീകരിച്ച് തിയേറ്ററിലെത്തുമെന്ന് പറഞ്ഞപ്പോൾ വലിയൊരു സന്തോഷം ഉണ്ടായിരിക്കും പറഞ്ഞു. എല്ലാ സിനിമക്കും ഉണ്ടാകും പ്രശ്നങ്ങളൊക്കെ, ഇതൊക്കെ തരണം ചെയ്ത് ഒരുപാട്. ഇതിപ്പോൾ ഞാനിപ്പോൾ സംസാരിച്ചപ്പോൾ ഇതിൽ എഡിറ്റ് ചെയ്തൊക്കെ എൻ്റെ എഡിറ്ററൊക്കെ എൻ്റെ സുഹൃത്താണ്. അദ്ദേഹമൊക്കെ സാധാരണ നമ്മൾ ചെയ്യുന്ന സിനിമയൊക്കെ എല്ലാം നമുക്ക് വിജയിക്കണമെന്നാണ് ആഗ്രഹം തീർച്ചയായിട്ടും. കാരണം ഒരാളുടെ അധ്വാനമല്ലോ, പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ ഒരാളില്ലെങ്കിൽ ഒരു സിനിമ ഉണ്ടാകില്ല. അപ്പോൾ അദ്ദേഹം പൈസ കൊടുക്കുമ്പോൾ അതിനോട് അനുബന്ധിച്ച് ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടാണ്. പ്രൊഡ്യൂസറുടെ മനസ്സിലൊരു ടെൻഷനും ഉണ്ടാവും, അതും മാറും. ഈ പടം ഇറങ്ങി കഴിയുമ്പോൾ അതൊക്കെ മാറും. 24-ാം തീയതി ആണ് അതിൻ്റെ ഒരു ഈ ഒരു പ്രസവ വേദന പോലെയാണല്ലോ സിനിമ. നമ്മള് ഇപ്പൊ ഓഡിയൻസ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ വയലൻസ് ഒരുപാടുള്ളതുകൊണ്ട് അവർക്കൊരു ഫീൽ ഗുഡ് മൂവി നല്ലോണം വന്നാലും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ലെവലാണ്. അപ്പൊ എന്തായാലും ഒരു പോസിറ്റീവ് തന്നെ ആയിരിക്കുമല്ലോ സിനിമയുടെ ഇതും. അത്ര നിങ്ങൾക്ക് തന്നെ ഇത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്തായാലും ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുന്ന നല്ല സിനിമകളെല്ലാം ജനങ്ങൾ എടുക്കുന്നുണ്ടല്ലോ. വയലൻസ് മാത്രമല്ല, ഇപ്പൊ രേഖാചിത്രമൊക്കെ വലിയ ഹിറ്റല്ലേ. അത് വലിയ വയലൻസ് ഒന്നും പറയാനല്ലോ, ഒരു അന്വേഷണ ചിത്രം. അങ്ങനെ ഒരുപാട് കിഷ്കിണ്ട കാണ്ഡം അങ്ങനെയുള്ള എത്രയോ ഹിറ്റുകൾ, നല്ല സിനിമകൾ. ഇപ്പൊ ജനങ്ങൾ നമുക്ക് ഇപ്പൊ എനിക്ക് വേണ്ട സിനിമകൾക്ക് വലിയ ഫ്ലെക്സും അല്ലെങ്കിൽ വലിയ പരസ്യ ബോർഡൊന്നും ആവശ്യമില്ല. ജനങ്ങളുടെ നാവാണ്. ജനങ്ങൾ ആദ്യം വെള്ളിയാഴ്ച തിയേറ്ററിൽ കയറിയിട്ട് ഇറങ്ങുമ്പോൾ കൊള്ളാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ സിനിമക്ക് പോകുമ്പോൾ നമ്മൾ സിനിമയെക്കുറിച്ച് ഒന്ന് അറിഞ്ഞതിന് ശേഷം പോകുള്ളൂ. കാരണം ഒന്നാമത് ഫാമിലിയായിട്ട് പോകാന്നൊരു സാധാരണക്കാരൻ പോകുന്ന വെരി എക്സ്പെൻസീവ്. പണ്ട് സിനിമക്ക് പോകണോട്ടല്ല. പണ്ട് നമ്മളൊക്കെ പരടി കളിക്കുമ്പോൾ 2 രൂപ ആയിട്ടുള്ളൂ തിയേറ്ററിൽ അല്ലേ. ഇന്നതൊക്കെ മാറി. അപ്പൊ അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഇപ്പൊ തിയേറ്റേഴ്സിനും ഓഡിയൻസിനും മാറ്റം വരുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്കും ഇപ്പൊ കോമഡി ഇനിയിപ്പോ വന്ന നിങ്ങൾക്ക് കോമഡിയാണോ ചെയ്യാൻ കൂടുതൽ ഇഷ്ടം, അത് സീരിയസ് റോൾ അല്ലെങ്കിൽ ക്യാരക്ടർ റോൾസ് ആണ് ചെയ്യാൻ? കോമഡി എന്നുള്ളതില്ല, നമ്മൾ എന്ത് ക്യാരക്ടർ കിട്ടിയാലും നമ്മൾ ചെയ്യും. പക്ഷെ കിട്ടുന്ന ക്യാരക്ടർ നമ്മുടെ മനസ്സിന് ഇണങ്ങിയതാണെങ്കിൽ അത് സൂപ്പറാക്കാൻ പറ്റും. ഒരു ആക്ടറിന് അത്രേ ഉള്ളൂ കാര്യം. ആക്ടറിന് നല്ല വേഷം കിട്ടാന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. ഇപ്പോഴും ഇപ്പൊ സലീം ചേട്ടൻ തന്നെ പറഞ്ഞായിരുന്നു, അല്ലെങ്കിൽ കുറെ പ്രശ്നങ്ങളും വന്നായിരുന്നു ഈ അടുത്ത്. കോമഡി, പണ്ടത്തെ കോമഡികളൊക്കെ കുറെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കണം, അല്ലെങ്കിൽ ഇപ്പത്തെ കോമഡികൾക്ക് അതൊക്കെ നോക്കിയിട്ട് ചെയ്യുന്നോണ്ട് ആ ആസ്വാദനം എന്ന് പറയുന്ന ആ ഒരു ഇത് ഇല്ല എന്നൊക്കെ. അത് ശരിയാന്ന് തോന്നുന്നുണ്ടോ? അതെന്താ അങ്ങനെ വരുന്നത്, പൊളിറ്റിക്സിൽ വരുന്ന ഒരു പടങ്ങളൊക്കെ പൊളിറ്റിക്സുകാർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് വേണം പറയാൻ, അല്ലെങ്കിൽ അവർ അപ്പുറത്ത് കുഴപ്പം ഇപ്പുറത്ത് കുഴപ്പം. ഇതിന് അതൊന്നുമില്ല. ഇതൊരു ഗ്രാമ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഹോട്ടൽ വഴിയായിട്ട് എങ്ങനെ പോകുന്നത്, അത് ചെറിയ ചായക്കട, അവിടുത്തെ ചുറ്റിപ്പറ്റി നടക്കുന്ന ആൾക്കാർ, അവരുടെ സംഭവങ്ങൾ, അവിടുത്തെ പ്രശ്നങ്ങൾ, അതിനകത്ത് രാഷ്ട്രീയക്കാരുണ്ട്. എങ്കിലും ആ സംഭവങ്ങൾ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് പെർഫോം ചെയ്യുന്നതാണ് ഈ പടം. അത് നമുക്ക് കിട്ടുന്നൊരു അവസരം ഉണ്ടല്ലോ, ആ അവസരത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യാം. അല്ലേ? അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്.